പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. എഡിറ്റൊക്കെ ചെയ്തു തരുമോ? ഞാൻ എഡിറ്റൊന്നുമില്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഗോപാൽ സ്വാമി പേട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് പാൽച്ചുരം. നമ്മുടെ സാരഥിയാണ് ഈ കാണുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്തുള്ള ഗോപാൽ സ്വാമി പേട്ടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇപ്രാവശ്യം എന്റെ കൂടെ എന്റെ 4 കൂട്ടുകാരും കൂടിയുണ്ട്. ഇരുട്ടിയിൽ നിന്നും രാവിലെ 5:30 നമ്മൾ യാത്ര ആരംഭിച്ചപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദൃശ്യങ്ങളൊന്നും തന്നെ കൂടുതൽ പകർത്തിയിട്ടില്ല. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ കൊട്ടിയൂർ വഴി പാൽച്ചുരത്തിലാണ് എത്തിയിട്ടുള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു മലമ്പാതയാണ് പാൽച്ചുരം. പ്രകൃതി ഭംഗി കൊണ്ടും വളവുകൾ നിറഞ്ഞ പാതകൾ കൊണ്ടും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഇത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിനും വയനാട് ജില്ലയിലെ അമ്പായത്തോടിനും ഇടയിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. വളരെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഇടുങ്ങിയ വളവുകളും ഇവിടെയുണ്ട്. അതിനാൽ ഡ്രൈവിംഗിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. 5ഓളം ഹെയർ പിൻ വളവുകളാണ് ഈ ചുരത്തിൽ ഉള്ളത്. ചുരം കയറി ബോയ്സ് ടൗൺ എത്തിക്കഴിഞ്ഞാൽ റോഡിനിരുവശത്തും ചായത്തോട്ടങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ മാനന്തവാടിയിൽ എത്തി. വീരപഴശ്ശിരാജയുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണാണിത്. മാനന്തവാടി ടൗണിന് സമീപമാണ് പഴശ്ശിരാജ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തെ അടക്കം ചെയ്ത ഈ സ്ഥലം ചരിത്രപ്രേമികളുടെ പ്രധാന സന്ദർശന കേന്ദ്രമാണ്. മാനന്തവാടിയിൽ നിന്ന് ബൈപ്പാസ് റോഡിലൂടെ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വലതുവശത്തായി കാണുന്ന പാലം ഈയിടെയായി ഉദ്ഘാടനം ചെയ്ത വള്ളിയൂർക്കാവ് പുതിയ പാലമാണ്. ഇടതുവശത്തായിട്ടാണ് വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം. ഇവിടെ എല്ലാ വർഷവും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഉത്സവം നടന്നു വരാറുണ്ട്. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ വള്ളിയൂർക്കാവിലെ ഉത്സവം. നമ്മുടെ വാഹനം ഗോപാൽപേട്ട ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം വഴിയാണ് നമുക്ക് ഗോപാൽപേട്ടയിലേക്ക് പോകേണ്ടത്. ഇതാണ് വനമരം പാലം. പൂത്തുനിൽക്കുന്ന കാപ്പിത്തോട്ടങ്ങളാണ് ഈ ഇടതുവശത്തായിട്ട് കാണുന്നത്. ഉദയസൂര്യന്റെ രശ്മികളേറ്റ് മഞ്ഞിൻ പുതപ്പ് മാറ്റി സുൽത്താൻ ബത്തേരി പട്ടണം ഇപ്പോൾ ഉണർന്നെണീക്കുന്നതേയുള്ളൂ. മരങ്ങളുടെ ഇലപൊഴിയൽ കാലം കഴിയാറായി. അതുകൊണ്ട് പച്ചപ്പ് വളരെ കുറവ് മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടക വനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വശത്ത് കാണുന്നതാണ് പൊൻകുഴി ശ്രീരാമക്ഷേത്രം. പിതൃബലി തർപ്പണത്തിന് പ്രശസ്തമായ ക്ഷേത്രമാണിത്. വനപാത കടന്നു പോകണമെങ്കിൽ 20 രൂപ ഇവിടെ ടോൾ നൽകണം. ടോൾ നൽകി ഞങ്ങൾ യാത്ര തുടർന്നു. ഈ വനസൗന്ദര്യം എങ്ങനെ വിവരിക്കണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് വെച്ച് ആനകൾ, കാട്ടുപോത്ത്, കാട്ടുകോഴി, മലയണ്ണാൻ, കുരങ്ങന്മാർ എന്നിവയൊക്കെ കണ്ടു. ജീവികൾക്ക് ശല്യമുണ്ടാകാതിരിക്കാനും വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കാനും ഇടയ്ക്കിടെ സ്പീഡ് ബ്രേക്കറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായ ഈ വനപ്രദേശത്ത് വാഹനം നിർത്തുവാനോ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുവാനോ പാടുള്ളതല്ല. കൂട്ടുകാരെ, ബന്ദിപ്പൂർ വനപ്രദേശം ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ടിൽ എത്താറായിരിക്കുന്നു. ഇവിടെ ചെണ്ടുമല്ലിയുടെയും വാടാർമല്ലിയുടെയും ഒക്കെ കൃഷി ഇപ്പോൾ തുടങ്ങാൻ ഇരിക്കുന്നതേയുള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇലവുമരം, പൂളമരം എന്നൊക്കെയാണ് ചില സ്ഥലത്ത് പറയാറുള്ളത്. ഇതിന്റെ കായ പാകമായി കഴിയുമ്പോൾ
പൊട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് പഞ്ഞി പുറത്തേക്ക് വരും. ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു. ഈ ഹൈവേയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടൽപേട്ട് ടോൾ ബൂത്തിന് ഒരു 3 കിലോമീറ്റർ ഇപ്പുറം വെച്ച് നമ്മൾ ഒരു പോക്കറ്റ് റോഡിലൂടെ വലത്തേക്ക് തിരിഞ്ഞു ഒരു ഗ്രാമവഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ. ഇനി ഇവിടത്തെ ഗ്രാമഭംഗി കുറച്ച് ആസ്വദിക്കാം. ഇത് ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് പോകാനുള്ള എളുപ്പവഴിയാണ്. ഗുണ്ടൽപേട്ട് അറിയപ്പെടുന്നത് തന്നെ പൂക്കളുടെ നഗരം എന്നാണ്. ഓണം സീസണിൽ കേരളത്തിലേക്ക് എത്തുന്ന പൂക്കളിൽ ഭൂരിഭാഗവും ഇവിടെ നിന്നുള്ളതാണ്. എണ്ണ ഉൽപാദനത്തിനായി ഏക്കർ കണക്കിന് സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്യുന്നു. കേരളത്തിലെ വിപണികളിലേക്ക് ആവശ്യമായ പച്ചക്കറികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഇത്. കൂട്ടുകാരെ, ഗോപാൽ സ്വാമി പേട്ടയിലേക്ക് പോകാനുള്ള പാർക്കിംഗ് ഏരിയയാണിത്. കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സിലാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് മല കയറ്റം കയറേണ്ടത്. നമുക്ക് പോകാനുള്ള ബസ്സാണ് അവിടെ കാത്തു നിൽക്കുന്നത്. ഈ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. ബസ് കിതച്ചുകൊണ്ട് മല കയറാൻ തുടങ്ങി. കുന്നിൻ മുകളിൽ ഏകദേശം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതനമായ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്. ഗോപാലസ്വാമി, അതായത് കൃഷ്ണൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതാണ് ഇവിടെ ഗോപാലസ്വാമി പേട്ട് എന്നറിയപ്പെടുന്നത്. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണിത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1454 മീറ്റർ ഉയരം. കാട്ടാനകളും കാട്ടുപോത്തുകളും ഇവിടെ പലപ്പോഴും കാണാൻ സാധിക്കും. കുന്നിൻ മുകളിൽ നിന്നുള്ള കാഴ്ച അതീവ സുന്ദരമാണ്. പച്ചപ്പും മഞ്ഞും നിറഞ്ഞ അന്തരീക്ഷം സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വൈകുന്നേരം 4 മണിവരെ മാത്രമേ പ്രവേശനമുള്ളൂ. രാവിലെ 8:30 മുതൽ. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ദർശനം നടത്തി പെട്ടെന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ബസ്സിനടുത്തേക്ക് തിരിച്ചു. ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് കടകളോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാണ്. പ്ലാസ്റ്റിക് കുപ്പികളോ കവറുകളോ ഒന്നും തന്നെ മുകളിലേക്ക് പോകാൻ കഴിയില്ല. ബസിന്റെ ടിക്കറ്റ് 60 രൂപയാണ്. തിരിച്ചു പോകാൻ പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഈ 60 രൂപയിൽ തന്നെ നമുക്ക് പോയി തിരിച്ചു വരാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഇതിന് ചുറ്റുമുള്ള പ്രദേശം പൂക്കൾ കൊണ്ട് നിറയും. അതുകൊണ്ട് ഈ മാസങ്ങളിലാണ് ഇവിടെ സന്ദർശിക്കുന്നത് നല്ലത്. അതൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ താഴെയുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഗ്രാമങ്ങൾക്ക് നടുവിലൂടെയുള്ള എളുപ്പ വഴിയിലൂടെ പോകുന്നില്ല. ഏതായാലും നേർവഴിയിലൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് ഹങ്കല എന്ന സ്ഥലം. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ഊട്ടിയിലേക്കുള്ള റോഡാണ്. ഇടത്തേക്കാണ് നമുക്ക് ഗുണ്ടൽപേട്ടിലേക്ക് പോകേണ്ടത്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗുണ്ടൽപേട്ട് ടോൾ ബൂത്ത്. കൂട്ടുകാരെ, ഹങ്കലയ്ക്കും ഗുണ്ടൽപേട്ടിനും ഇടയിലുള്ള ഒരു റെസ്റ്റോറന്റിൽ വെച്ച് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇനി നാട്ടിലേക്കുള്ള മടക്കയാത്രയാണ്. പോയ വഴിയിലൂടെ തന്നെയാണ് മടക്കയാത്ര. അതുകൊണ്ട് കൂടുതൽ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്തില്ല. നമ്മുടെ സ്വന്തം പാൽച്ചുരത്തിലൂടെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൊട്ടിയൂർ വഴി ഇരിട്ടിയിലേക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം ഇറങ്ങുമ്പോഴാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചുരം ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനത്തിന്റെ ബ്രേക്കുകൾ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുക. ചുരം ഇറങ്ങുമ്പോൾ തന്നെ ബ്രേക്കുകൾ കൂടുതൽ അപ്ലൈ ചെയ്യരുത്. കൂടുതലും 1ാമത്തെ ഗിയറിലോ 2ാമത്തെ ഗിയറിലോ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. മുകളിലേക്ക് കയറിപ്പോകുന്ന വാഹനങ്ങൾക്ക് വഴി കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.